യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറുകൾ യുവജനങ്ങൾക്ക് വൻ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. വിതരണ ശൃംഖല സംയോജനം, വികസിത രാജ്യങ്ങളിലെ വിപണികളിലേക്കുള്ള പ്രവേശനം എന്നിവയെല്ലാം സാധ്യമാകും. നിർമ്മാണ സേവന മേഖലകൾ മുതൽ ഇലക്ട്രോണിക്സ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ വരെയുള്ള മേഖലകളിൽ പുതിയ വഴികൾ തുറക്കും. 2026 ബജറ്റ് വികസിത രാഷ്ട്രമാകാനുള്ള ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ യൂറോപ്യൻ യൂണിയനും മോദിയുമായുള്ള സൗഹൃദം ഒരു റൊമാൻസ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് അന്ന് റിപ്പബ്ലിക് ദിനത്തിൽ വന്നിട്ട് ഈ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിനെ തന്നെ വിശേഷിപ്പിച്ചത്. എന്തായാലും ഇത് യുവജനങ്ങൾക്ക് വൻ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നതടക്കം ചില നിർണായക വിവരങ്ങൾ അദ്ദേഹം ഈ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? അശ്വതി, യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിൽ അദ്ദേഹം വളരെ വിശദമായി തന്നെ അത് ആ കരാറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ കരാറിനെ സംബന്ധിച്ച് യുവജനങ്ങൾക്ക് അത് വലിയ അവസരങ്ങൾ നൽകും എന്ന് അദ്ദേഹം പറയുന്നു. നിർമ്മാണ സേവന മേഖലകൾ, വസ്ത്രങ്ങൾ, ചെരുപ്പ്, ഇലക്ട്രോണിക്സ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ പോലുള്ള മേഖലകൾക്ക് പുതുവഴികൾ തുറക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. MSMEകൾക്ക് ഈ ഗവൺമെന്റ് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, മെയ്ഡ് ഇൻ ഇന്ത്യ ദർശനം നമ്മുടെ MSMEകളിൽ പുതിയ ആത്മവിശ്വാസവും ഊർജവും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. സീറോ ഡിഫക്റ്റ് സീറോ എഫക്റ്റ് എന്നാണ് നമ്മുടെ നിലപാടെന്നും പ്രധാനമന്ത്രി ഈ ഇന്റർവ്യൂവിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സ്മാർട്ട് ഫോൺ മുതൽ വ്യോമയാന മേഖല വരെ നിരവധി ആഗോള ബ്രാൻഡുകൾ ഇന്ത്യൻ MSMEകളെ അവരുടെ മൂല്യ ശൃംഖലയിൽ ഉൾപ്പെടുത്തി എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ടാണ്. ബജറ്റിൽ ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. അത് സംബന്ധിച്ചും അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുണ്ട്. ബയോഫാർമ ശക്തി മിഷൻ, ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക് ഘടക നിർമ്മാണ പദ്ധതി, റെയർ എർത്ത് കോറിഡോറുകൾ, കെമിക്കൽ പാർക്കുകൾ എന്നീ മേഖലകൾ ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നും ഇത് കൂടുതൽ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുകയും ഇന്ത്യയുടെ ഭാവി ശക്തമാക്കുകയും ചെയ്യും എന്നുമാണ് അദ്ദേഹം പറയുന്നത്. 2026 ബജറ്റ് ആരെയെങ്കിലും പാമ്പർ ചെയ്യുക എന്നുദ്ദേശിച്ചായിരുന്നില്ല. ബജറ്റ് വികസിത രാഷ്ട്രമാകാനുള്ള ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സായുധ സേനയുടെ ആയുധീകരണത്തിനായി 1,80,000 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അങ്ങനെ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ട്രേഡ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ടവ, MSMEകളുമായി ബന്ധപ്പെട്ട അങ്ങനെ നിരവധി വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇന്ന് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായും ശ്രീകാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും യൂറോപ്യൻ യൂണിയൻ ഭാരതവും തമ്മിലുള്ള ആ ഒരു സൗഹൃദം എടുത്തു പറയേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 23,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി നടത്തിയെന്നാണ് പ്രധാനമന്ത്രി ആ അഭിമുഖത്തിൽ പ്രധാനമായും പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. വളരെ രണ്ട് സുപ്രധാന കരാറാണ്. അമേരിക്കയുമായി ഒപ്പിട്ടതാകട്ടെ, യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ടതാകട്ടെ, നിർണായകമാണ്, വളരെ സുപ്രധാനമാണ്, ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. തീർച്ചയായും വിവരങ്ങൾ നൽകിയായിരുന്നു ശ്രീകാന്ത്.